നമസ്കാരം. ശ്രീ ജ്യോതിഷ് ചന്ദ്രൻ തുടങ്ങിവെച്ച സബ്ജക്റ്റ് തന്നെ നമ്മളെ അസ്വസ്ഥമാക്കുന്നൊരു സബ്ജക്റ്റ്. സത്യത്തിൽ ഇപ്പോൾ ഇവിടെ നിന്ന് പ്രകൃതി സ്നേഹത്തെക്കുറിച്ചും പരിസ്ഥിതി സ്നേഹത്തെക്കുറിച്ചും പറയാവുന്നൊരു മാനസികാവസ്ഥയില്ല. ഇന്നൊരു 4 ദിവസം മുൻപൊക്കെ ഞാനതിന് പ്രിപ്പയർഡായിരുന്നു. കാരണം 2013 തോന്നുന്നു ഇതേ വേദിയിൽ ഇങ്ങനെ ഒരു പരിസ്ഥിതി വിഷയത്തിൽ തന്നെ ഞാൻ സംസാരിക്കുകയുണ്ടായി. 2013. അപ്പോൾ ഒരു വ്യാഴവട്ടം കഴിഞ്ഞു വരുമ്പോൾ അന്ന് വേദിയിൽ ശോഭീന്ദ്രൻ മാഷും ഞാനുമായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞു വരുമ്പോൾ ഇന്ന് പരിസ്ഥിതിയെക്കുറിച്ച് സംസാരിക്കാൻ മനസ്സ് പ്രക്ഷുബ്ധമാണ്. ജ്യോതിഷ് സാറ് സൂചിപ്പിച്ചതുപോലെ അങ്ങ് തെക്ക് നമ്മൾ അനന്തപുരി സമ്മേളനം നടക്കുമ്പോൾ, ഹിന്ദു മഹാസമ്മേളനം നടക്കുമ്പോൾ, വടക്ക് തെരഞ്ഞുപിടിച്ച് ഹിന്ദു സഹോദരന്മാരെ വെടിവെച്ച് കൊന്ന ഒരു ദുരന്തം കേൾക്കുമ്പോൾ ഏതു പ്രകൃതിയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാൻ കഴിയുക എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. പക്ഷേ നമ്മളിൽ നിക്ഷിപ്തമായ ചിലതിനോട് നമ്മൾ പൊരുത്തപ്പെടുമ്പോൾ അതും ഒരു പ്രകൃതി ഗുണമാണ്. ഇപ്പം ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. പരിസ്ഥിതി സൗഹൃദ സമൂഹം. അങ്ങനെയൊരു സമൂഹം ഉണ്ടോ? എനിക്ക് ആ ഒരു ചോദ്യം നമ്മൾ ഓരോരുത്തരും, സാറ് പറഞ്ഞ പോലെ നമുക്കിതൊരു സംവാദമാക്കാം, ഒരു പ്രഭാഷണത്തിനപ്പുറത്ത് ഒരു സംവാദമാക്കാം. ഒരു പരിസ്ഥിതി സൗഹൃദ സമൂഹം ഇപ്പോഴുണ്ടോ? ഇല്ല. അദ്ദേഹം സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, നമ്മുടെ സ്വന്തം മുറ്റത്ത് പോലും ചെരുപ്പ് ധരിക്കുന്ന നമ്മൾ, കുഞ്ഞിനെ പിറന്ന് ആ കുഞ്ഞിനെ വയറ്റാട്ടിയിൽ നിന്ന് വാങ്ങുന്ന സമ്പ്രദായമില്ല, നഴ്സിൽ നിന്നോ ഡോക്ടറിൽ നിന്നോ ഏറ്റുവാങ്ങി കൊണ്ടുപോയി റൂമിൽ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞാൽ ആദ്യം കാലിലൊരു സോക്സ് ഇട്ട് കൊടുത്ത് പ്രകൃതിയുമായുള്ള സർവ്വബന്ധങ്ങളും നമ്മൾ വിടുവിക്കുന്നു. പണ്ട് അമ്മമാർ കുഞ്ഞുങ്ങളെ ഒക്കത്ത് വെച്ചെടുക്കും അല്ലേ? ഇപ്പോഴോ ഇതെൻ്റെ പ്രൊഡക്ഷനാണ്, ബ്രാൻഡ് ചെയ്ത് ഇങ്ങനെ പിടിക്കുകയുള്ളൂ, അല്ലാണ്ട് ഒക്കത്ത് വയ്ക്കില്ല, ഇങ്ങനെ ബ്രാൻഡ് ചെയ്ത് പിടിക്കും. കുഞ്ഞ് കുറച്ചും കൂടി വളർന്നു കഴിയുമ്പോഴോ ഇങ്ങനെ പിടിച്ചെന്ന് കുഞ്ഞ് നേരെ താഴേക്ക് വീഴും. നമ്മളതൊരു അബദ്ധ മരണങ്ങൾ, കേരളത്തിൽ അങ്ങനെ കുറേ മരണങ്ങൾ സംഭവിച്ചു. കഴിഞ്ഞ വർഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇങ്ങനെ പ്രദർശനം കൊണ്ടുപോയ കുട്ടി ഇങ്ങനെ കുതിച്ച് ബാൽക്കണിയിൽ നിന്ന് വീണ് മരിച്ച്. ഞാൻ പറഞ്ഞത് പ്രകൃതി വിരുദ്ധത അവിടെ നിന്ന് ആരംഭിച്ചു. എന്താണ് ഈ കുഞ്ഞുങ്ങളെ ഒക്കത്തെടുക്കാത്തതിൻ്റെ കാരണം? എന്താ കാരണം? വസ്ത്രമുലഞ്ഞ് സൗന്ദര്യം പോകും. അപ്പോൾ ഈ പ്രകൃതി വിരുദ്ധതയെക്കുറിച്ച് ഞാൻ പ്രകൃതി വിരുദ്ധതയെക്കുറിച്ച് സംസാരിക്കുന്ന എൻ്റെ വാക്കുകൾ മുഴുവൻ സ്ത്രീ വിരുദ്ധതയായി മാറും. കാരണം പ്രകൃതി അമ്മയാണ്. വീട്ടിൽ നിന്ന് ആരംഭിക്കണം പ്രകൃതി സ്നേഹത്തിൻ്റെ ആദ്യ ചുവടുകൾ. അപ്പോൾ ഞാനീ പറഞ്ഞ കാലിൽ സോക്സ് ഇടിക്കുന്നത് മുതൽ എന്നെ സംബന്ധിച്ച് ഒരു കുഞ്ഞിനെയെങ്കിലും നിങ്ങൾ 5 വയസ്സുവരെയെങ്കിലും നിങ്ങളുടെ മുറ്റത്ത് ഓടിക്കളിക്കാൻ, ചെരുപ്പിടാതെ ഓടിക്കളിക്കാൻ, തുണിയുടുക്കാതെ ഓടിക്കളിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്താൽ അവൻ പരിസ്ഥിതി സൗഹൃദമായൊരു സമൂഹത്തിൻ്റെ അംഗമാകും. ഞാനൊക്കെ ഒരു 10ാം ക്ലാസ് വരെ കുളിക്കലൊക്കെ പരസ്യമായിട്ടുള്ള കുളിയായിരുന്നു. അവിടെ ആണും പെണ്ണുമൊക്കെ ഇടകലർന്ന് കുളിച്ചിരുന്നു. ഒരു പെൺകുട്ടിയും 13ാമത്തെ വയസ്സിൽ പെറ്റിട്ടില്ല. ഒരു പെൺകുട്ടിയും എന്നിട്ട് 13ാമത്തെ വയസ്സിൽ പെറ്റിട്ടില്ല. പക്ഷെ ഇന്നോ ഇതപ്പോൾ പാലക്കാട് ഒരു സ്കൂളിൽ 11ാമത്തെ വയസ്സുള്ള പെൺകുട്ടിയാണ് ഇപ്പോൾ ഗർഭിണിയായിട്ട്, മിനിഞ്ഞാന്നാണ് ആ കൗൺസിലിങ്ങിൽ ആ വാർത്ത പുറത്തു വന്നത്. അപ്പോൾ ഈ ലഹരിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ജ്യോതിഷ് സാർ പറഞ്ഞ വലിയൊരു വിഷയമുണ്ട്, ലഹരി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് ഒരുപാട് ലഹരി വിരുദ്ധ ആളുകളുടെ ക്ഷണം പ്രസംഗത്തിന് വരും. ഞാൻ പോകാറില്ല. ക്ഷണിക്കുന്നവരോട് ഞാൻ ചോദിക്കും, പള്ളിയിൽ അച്ഛന്മാർ ലഹരി വിരുദ്ധ സമ്മേളനം, അധ്യാപകർ ലഹരി വിരുദ്ധ ബോധവൽക്കരണം, പോലീസുകാർ ലഹരി വിരുദ്ധ ബോധവൽക്കരണം, രാഷ്ട്രീയക്കാർ ലഹരി വിരുദ്ധ ബോധവൽക്കരണം, തദ്ദേശ ഭരണസ്ഥാപനങ്ങൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണം. ഒരൊറ്റ ചോദ്യം അവരോട് തിരിച്ചു ചോദിക്കണം, ആരാണ് ഉത്തരവാദി എന്ന ചോദ്യം നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? ആ ചോദ്യം ഞാൻ അവരോട് ചോദിക്കും. നിങ്ങളെല്ലാവരും ലഹരിക്കെതിരെ പ്രതികരിക്കുമ്പോൾ അധ്യാപകർക്ക് ബാധ്യതയില്ലെങ്കിൽ, സമൂഹത്തെ ഭരിക്കുന്നവർക്ക് ബാധ്യതയില്ലെങ്കിൽ, സാംസ്കാരിക നേതാക്കൾക്ക് ബാധ്യതയില്ലെങ്കിൽ, ഭരണകൂടങ്ങൾക്ക് ബാധ്യതയില്ലെങ്കിൽ, പിന്നെ നിങ്ങൾ ആർക്കെതിരെയാണ് ബോധവൽക്കരണം നടത്തുന്നത് എന്ന് ചോദിക്കാനുള്ള ആർജവം. ഞാൻ ലഹരിയെക്കുറിച്ച് പറയുമ്പോൾ പ്രകൃതി വിരുദ്ധതയുടെ ഏറ്റവും ഔന്നത്യങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത് ലഹരിയെ സംബന്ധിച്ച്. സാറ് പറഞ്ഞു ജീവിതം ഒരു ലഹരിയാണ് എന്ന് പറയരുതെന്ന്. ആർക്കാ സാറേ ജീവിതം ലഹരി? ഇല്ല. അങ്ങനൊരു വാക്കേ ജീവിതവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കണ്ട. ജീവിതം ഒരു ലഹരിയാണെന്ന് പറയുന്നത് ആരാ? അത് ഇതിൻ്റെ പ്രചാരകരാണ്.
ഞാൻ ലഹരിയെക്കുറിച്ച് കൂടുതൽ പറയുന്നതിൻ്റെ കാരണം ഇന്ന് നമ്മൾ നടക്കുന്ന സമൂഹത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഈ ലഹരിയടക്കം പ്രകൃതി സന്തുലനമുള്ള, പ്രകൃതി സൗഹൃദമുള്ള ഒരു സമൂഹം നമുക്കില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഗർഭസ്ഥ ശിശുവിൽ പോലും പ്രകൃതിയുടെ സന്ദേശം പോകുന്നില്ല. ഞാൻ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എതിരഭിപ്രായമുണ്ടാകും. കുട്ടികൾ ലഹരിക്കടിമകളാകുന്നത് സമൂഹത്തിൻ്റെ സാഹചര്യങ്ങൾ മാത്രമല്ല. ഗർഭിണിയായിരിക്കുന്ന അമ്മയ്ക്ക് കൊടുക്കുന്ന വാക്സിനേഷൻ അടക്കം അവൻ്റെ ശരീരത്തിൻ്റെ രസതന്ത്രത്തെ അല്ലെങ്കിൽ അവളുടെ ശരീരത്തിൻ്റെ രസതന്ത്രത്തെ മാറ്റിമറിക്കുന്നു. രാസമരുന്ന് കണ്ടെത്തിയതിൻ്റെ കഥകളൊന്നും ഞാൻ പറയുന്നില്ല. പ്രകൃതി വിരുദ്ധമായ ലോകത്തെ ഏറ്റവും വലിയ സർവനാശത്തിലേക്ക് കൊണ്ടുപോയതാണ് രാസമരുന്നുകളുടെ കണ്ടെത്തൽ. ഇപ്പോൾ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു MDMA അല്ലേ, അതൊക്കെ കണ്ടെത്തിയത് വേദന സംഹാരിയായിട്ടുമൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് ആ രാസമരുന്നുകളുടെ ഉപയോഗത്തിൽ നിന്ന് സ്വാഭാവികമായിട്ട് മനുഷ്യർ പിന്മാറാൻ തുടങ്ങി. അവനവൻ്റെ തനത് മരുന്നുകളിലേക്കും തനത് സംസ്കാരങ്ങളിലേക്കും അവൻ പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ രാസമരുന്നുണ്ടാക്കിയവൻ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി രാസലഹരികൾ വിൽക്കാൻ തുടങ്ങുന്നു. അതിലും ഒരു പ്രകൃതി വിരുദ്ധത പറയാം. 1967 EMS സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് കേരളത്തിൽ കഞ്ചാവിൻ്റെ കൃഷിയും കച്ചവടവും നിരോധിക്കുന്നത്. നിങ്ങളിൽ എത്ര പേർക്കറിയാം എന്നെനിക്കറിയില്ല. അതിനു മുൻപ് റേഷൻ കടകളിലൂടെ എന്നെ പോലെ പാസ്സുള്ളവർക്ക് കഞ്ചാവും കറുപ്പും ഔപചാരികമായി വിറ്റിരുന്നു സാറേ. അത് നിരോധിക്കുന്നത് 1957 EMS സർക്കാരാണ്. ഞാൻ പറയുന്ന ആദ്യത്തെ പ്രകൃതി വിരുദ്ധത അതാണ്. ഞാൻ കഞ്ചാവിനെ പ്രൊമോട്ട് ചെയ്യുകയാണെന്നല്ല പറഞ്ഞത്. ആ പ്രകൃതിദത്തമായ ചില ലഹരികൾ, കള്ളു കുടിക്കുക, ആൻ്റണി ചാരായം നിർത്തലാക്കി എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞ്, നിറത്തിലാക്കി എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലല്ലേ? വ്യത്യാസം മനസ്സിലായില്ലേ? ആൻ്റണി ചാരായം നിർത്തലാക്കി എന്നല്ല ഞാൻ പറഞ്ഞത്, നിറത്തിലാക്കി എന്നാണ്. അന്ന് വരുന്ന സ്പിരിറ്റിനും ഇന്ന് വരുന്ന സ്പിരിറ്റിനും യാതൊരു വ്യത്യാസമില്ല. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, അതിൽ കുറച്ച് കളറ് ചേർക്കുന്നുണ്ട്. അപ്പോൾ 100 മില്ലി ചാരായത്തിന് എന്താ വില എന്ന് എനിക്കറിയില്ല. 13-12 രൂപ എന്നൊക്കെ എൻ്റെ അപ്പനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേ 100 മില്ലിക്ക് ഇപ്പോൾ എത്രയാണ്? 900-700 ആയി. അത്രയാണ് നിറത്തിലാക്കിയപ്പോൾ ഉള്ള വ്യത്യാസം വന്നുള്ളൂ. എന്നാലും അത്തരത്തിലുള്ള സ്വാഭാവിക ലഹരികൾക്ക് അമിതമായ വില വർദ്ധിക്കുമ്പോൾ ഒരു കാര്യം സാറെ അംഗീകരിക്കണം, മനുഷ്യനല്പം ലഹരി ശീലമുണ്ട്. അപ്പോൾ ചോദിക്കും എനിക്കുണ്ടോയെന്ന്. എനിക്കത് ഉണ്ടാകാത്തതിൻ്റെ കാരണം സാറ് പറഞ്ഞ വാക്ക് ഞാൻ ആവർത്തിക്കുകയാണ്. എനിക്ക് ജീവിതത്തിൽ വേറെ ഒരുപാട് ലഹരികളുണ്ട്. ഈ പ്രസംഗം ഞാൻ ആസ്വദിച്ച് ലഹരിയാണ്. പിന്നെ നമ്മളുടെ ഭാരതത്തിനൊരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ലഹരിയെ, അത് ഒരു വസ്തു വേണ്ട ലഹരിക്ക്. പ്രകൃതിയെക്കുറിച്ച് പറയുമ്പോൾ ആ പ്രകൃതിദത്തമായി നമുക്കൊരു ഹഠയോഗികൾ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ബ്രിട്ടീഷുകാർ നിരോധിച്ച് കളഞ്ഞതാണ് ഹഠയോഗികളെ. എന്താ ഹഠയോഗം സാറേ? ഇന്ന് വിദേശ രാജ്യങ്ങളിൽ കുട്ടികൾ ഒന്നിച്ചൊരു മുറിയിൽ ഒത്തുകൂടി കഴിയുമ്പോൾ അത് അമിതമായിട്ട് ആ ഒത്തുകൂടലിൻ്റെ സമയം ദീർഘിച്ചാൽ മാതാപിതാക്കൾ വാതിൽ തട്ടി തുറക്കും. എന്താ കാരണം എന്നറിയോ? അവർ ഇപ്പോൾ ഒരു വസ്തുവുമില്ലാത്ത ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുക. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ? കുട്ടികൾ തല വട്ടം കറങ്ങും, എന്നിട്ട് വട്ടം കറക്കി ഇങ്ങനെയാണ് വിടും. എന്നിട്ട് ആ ഒരു ലഹരിയിൽ അവർ കുറച്ചു നേരം കട്ടിലിൽ കിടക്കും. ഒരു ലഹരി മരുന്ന് കഴിച്ച് അതേ പ്രതീതിയിലേക്ക് അവർ പോകും. അങ്ങനെ പോകുന്ന കുട്ടികളെ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ കൗൺസിലിങ്ങിന് വിധേയമാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ഹഠയോഗികൾ ചെയ്തിരുന്നത് അതാണ്. അല്ലാണ്ട് ഇവിടെ നമ്മൾ പറയുന്ന പോലെ സന്യാസിമാരൊക്കെ കഞ്ചാവടിച്ച് പുല്ലടിച്ച് നടക്കുകയായിരുന്നില്ല. യോഗയിലൂടെ നമുക്ക് ലഹരി, ശരീരത്തിൻ്റെ താളത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശ്വാസ നിയന്ത്രണത്തിൽ നമുക്ക് ലഹരിയുടെ അവസ്ഥയിലേക്ക് എത്താം. നാട്യശാസ്ത്രത്തിലൊക്കെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കരയുന്ന ഒരു വ്യക്തിയുടെ ഹൃദയതാളത്തിന് പൾസ് വ്യത്യാസമുണ്ടാകും, ചിരിക്കുന്ന ആളുടെ ഹൃദയതാളത്തിന് വ്യത്യാസമുണ്ടാകും. അപ്പോൾ നമുക്ക് അഭിനയ കലയിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ഒരു ലഹരി നുണഞ്ഞ അല്ലെങ്കിൽ ലഹരി സ്വീകരിച്ച ഒരാളുടെ മാനസികാവസ്ഥയിലേക്ക് എത്താൻ ഹഠയോഗികൾ ചെയ്തിരുന്നു. പിന്നീട് ഹഠയോഗികൾ എന്താണ് ലഹരിയുടെ അടിസ്ഥാനപരമായ ഘടകം? എന്താ? തലച്ചോറിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിപ്പിക്കുക. ഞാൻ അവിടെയാണ് ആ പരിസ്ഥിതിയിലേക്ക് വരുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ ഇപ്പോൾ കൂടുതലാണ്. എൻ്റെ മകൻ UK ഓക്സ്ഫോർഡിലാണ് ജോലി ചെയ്യുന്നത്. അവന് കടുത്ത തലവേദന, അവിടെയൊക്കെ ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞ വലിയ പ്രയാസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇടയ്ക്ക്, കാരണം ഫുൾ സെൻട്രലി എയർ കണ്ടീഷൻഡാണ് ഓക്സ്ഫോർഡൊക്കെ, ഇടയ്ക്ക് ഒരു 3 മണിക്കൂറോ 2 മണിക്കൂറോ കഴിയുമ്പോൾ ഒന്ന് പുറത്തു വന്ന് ശുദ്ധമായി ശ്വസിക്കുക. അവിടെ ഇപ്പോൾ ഓക്സിജൻ പാർലറുകൾ ആരംഭിച്ചിരിക്കുന്നു UK.
നമ്മൾ പണ്ട് കുപ്പിവെള്ളം, എനിക്കൊന്നും സ്വപ്നം കാണാൻ കഴിഞ്ഞിരുന്നില്ല ഇങ്ങനെ കുപ്പിവെള്ളം മേടിക്കുന്നവരായി നമ്മൾ മാറുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. എല്ലാ കിണറ്റിലെയും വെള്ളം വന്ന് ശുദ്ധിയായിരുന്നു. ഏത് കിണറ്റിൽ നിന്നും വെള്ളം കോരി കുടിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ? വെള്ളം കംപ്ലീറ്റ് മലിന. നമ്മുടെ ചുറ്റുമുള്ള വെള്ളം കംപ്ലീറ്റ് മലിനമാണെന്ന് പഠിപ്പിക്കുന്നു. എന്നിട്ട് നമുക്കോ സാക്രീനും അഡിക്ഷൻ ഫോർമുലകളുമുള്ള കുപ്പിവെള്ളം തരുന്നു. ഈ കൂടുതൽ വിലയുള്ള കുപ്പിവെള്ളം നിങ്ങൾ നിലത്ത് എവിടെയെങ്കിലും ഒഴിച്ചാൽ അതിൻ്റെ ചുറ്റും കറുത്ത ഉറുമ്പുകൾ ഇങ്ങനെ വട്ടം ചുറ്റി നടക്കും. അതിലത്തെ സാക്രീനാണ്, ആ മധുരമാണ് അതിനെ ആകർഷിക്കുന്നത്. എന്തായാലും വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയല്ല. അപ്പോൾ പ്രകൃതി വിരുദ്ധതയാണ് ഇന്ന് കാണുന്ന ലഹരികളിലേക്ക് എത്തിച്ച്. ഹഠയോഗികളെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അതാണ്. ഹഠയോഗികൾ ലഹരിയുടെ ഉത്തുംഗതയിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തും. ഹഠയോഗികളുടെ നാവ് ഏതാണ്ട് പൊക്കിൾ വരെ നീട്ടാൻ അവർക്ക് കഴിയുമായിരുന്നു. ഈ നാവിനെ അവിടെ ബന്ധിച്ച് നിർത്തുന്ന ആ ഒരു ബന്ധനം അവർ അറുത്ത് കളയും ഈ ഹഠയോഗയുടെ മൂർധന്യതയിലെത്തുമ്പോൾ. എന്നിട്ട് ഈ നാവ് കൊണ്ട് വളച്ച് ശ്വാസനാളത്തെ അടച്ച് ബുദ്ധിയിലേക്ക്, തലച്ചോറിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂട്ടുകയായിരുന്നു ഹഠയോഗികൾ ചെയ്തിരുന്നത്. ഒരു ലഹരി വസ്തുവിൻ്റെയും സഹായമില്ലാതെ അവർ ഒരു, ഇപ്പോൾ ഏത് ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാവുക, 2 ഫുൾ കുപ്പിയടിച്ചവെന്നൊക്കെ പറയുന്ന ആ ലഹരിയിലേക്ക് ഹഠയോഗികൾ എത്തിയിരുന്നു. ബ്രിട്ടീഷുകാരത് നിരോധിക്കുകയാണ്. അന്ന് ഹഠയോഗികളെയൊക്കെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് പട്ടാളം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത് ഭാരതത്തിന് ഒരു ലഹരി വസ്തു ഉപയോഗിക്കാതെ തന്നെ അവൻ്റെ ശ്വാസതാളത്തെ നിയന്ത്രിച്ചുകൊണ്ട്, അത്തരം നിയന്ത്രണങ്ങൾ നമ്മുടെ കുട്ടികളെ നമ്മൾ അത്തരം വിദ്യകൾ അഭ്യസിച്ചാൽ, സ്വന്തം ശ്വാസത്തെ ഒന്ന് നിയന്ത്രിക്കാൻ പഠിച്ചാൽ മറ്റൊരു ലഹരിയും അവർക്ക് ഉപയോഗിക്കാൻ തോന്നുകയില്ല. ഇപ്പം എൻ്റെ അപ്പൻ അത്യാവശ്യം കള്ളു കുടിക്കുന്ന ആളായിരുന്നു. ഞാൻ കള്ളു കുടിക്കാണ്ടായത് ആദ്യം ആദർശപരമായിട്ടൊന്നല്ല, ഇപ്പോഴും ആദർശപരമായിട്ടല്ല. എനിക്കത് ഇഷ്ടമില്ല. കാരണം എൻ്റെ അപ്പൻ എൻ്റെ ശരീരമൊക്കെ നന്നാവാൻ, എന്തായാലും ഞാനൊരു കുരുത്തം കെട്ടവനാണെന്ന് അദ്ദേഹം ചെറുപ്പത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരീരമൊക്കെ ഒന്ന് ആരോഗ്യത്തിലിരുന്നാൽ എവിടെയെങ്കിലുമൊക്കെ അടിച്ച് നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ തെങ്ങൊരു 4-5 വീട്ടിൽ ചെത്തണുണ്ട്. അപ്പോൾ ആ ചെത്തുകാരനൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം അയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, കൊലപാതകം നടത്തിയ ആളാണ്, ജയിൽ ശിക്ഷയൊക്കെ കഴിഞ്ഞ് വന്നത്. അപ്പോൾ ഇയാളൊക്കെ നമ്മൾ പേടിയോടെ കാണുക. അപ്പം അന്ന് ഒരു ദിവസം താഴത്തേക്ക് പോകുമ്പോൾ ഈ കള്ള് കുടത്തിലിങ്ങനെ മണിയനീച്ചങ്ങനെ പൊതിഞ്ഞിരിക്കുക താഴത്തെ തെങ്ങ്. അപ്പോൾ അയാൾ മുകളിൽ നിന്ന് വന്നു, ആ കള്ളയിലേക്ക് ഒഴിക്കാൻ നോക്കിയപ്പോൾ നിറയെ മണിയനീച്ച. അപ്പോൾ അദ്ദേഹം ആ മണിയനീച്ചനെ ഒന്നിച്ചിങ്ങനെ കയ്യിലങ്ങോട്ട് വാരി എടുത്തിട്ട് ഒരൊറ്റ പിഴിച്ചാൽ അപ്പോൾ ഒരു മഞ്ഞ ചാറ് വീഴുന്നു. ഞാൻ വിചാരിച്ചിരുന്ന അപ്പൻ എനിക്ക് മഞ്ഞപ്പൊടി ഇട്ട് കള്ള് തന്നിരുന്നു എന്നാണ്. അത് കണ്ടോടുകൂടി ജീവിതത്തിൽ ഇന്ന് വരെ പിന്നെ കള്ളു കുടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് അതൊരു അറപ്പുളവാക്കുന്ന വസ്തുവായിട്ട് ഇത്തരം പരിചയങ്ങളും പരിശീലനങ്ങളും നമ്മുടെ വീടുകളിലുണ്ടോ? പിന്നെ അമ്മമാർ, ഞാൻ പ്രകൃതിയെക്കുറിച്ച് തന്നെ പറയുന്നില്ല, ലഹരിയും മക്കളും ഒക്കെ അതിനോട് ബന്ധപ്പെടും. അമ്മമാരുണ്ടോ നമ്മുടെ വീട്ടിൽ? പെണ്ണുങ്ങളേ ഉള്ളൂ. അമ്മമാരില്ല, പെണ്ണുങ്ങളേ ഉള്ളൂ. 1990കളിൽ 97ൽ ആഗോളവൽക്കരണം ആരംഭിക്കുമ്പോഴാണ് ഭാരതത്തിലെ അമ്മമാരെയും സഹോദരിമാരെയും പെണ്ണുങ്ങളാക്കി മാറ്റിയത്. എങ്ങനെയാണ് പെണ്ണുങ്ങളാക്കി മാറ്റിയത്? നിങ്ങൾക്കൊരു സത്യം അറിയോ? കേരളത്തിൽ അരി വാങ്ങുന്നതിൻ്റെ അളവറിയോ നിങ്ങൾക്ക്? ഒരു വർഷം അരിക്ക് മലയാളി ചെലവഴിക്കുന്ന പൈസ എത്രയാണെന്നറിയോ? 8,000 കോടി രൂപയുള്ളൂ അരി ഭക്ഷണത്തിന്, അതായത് അരി വാങ്ങാൻ. പക്ഷെ കേരളത്തിൽ വിൽക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് 32,000 കോടി രൂപയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് സർവേയിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം. സ്വന്തം ഭക്ഷണത്തിന് അരി വാങ്ങുന്നത് 8,000 കോടി രൂപയ്ക്കും. സ്വന്തം സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാൻ ആണും പെണ്ണും നേതാക്കളൊക്കെ 75 വയസ്സായ സുധീരനായാലും 80 വയസ്സായ കൊടിയേരിയാണെങ്കിലും അങ്ങനെ നമ്മുടെ മുൻപിൽ, ഞാൻ രാഷ്ട്രീയം പറയല്ല, നമ്മുടെ മുൻപിൽ വരുന്ന നേതാക്കളൊക്കെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് വരുമ്പോൾ ഏത് തലമുറയോടാണ് നമ്മൾ സതുദ്ദേശത്തെക്കുറിച്ച് സംസാരിക്കുക? കാപഢ്യമുള്ള നേതാക്കളുണ്ടെങ്കിൽ, കാപഢ്യമുള്ള അധ്യാപകരുണ്ടെങ്കിൽ, കാപഢ്യമുള്ള പൗരോഹിത്യമുണ്ടെങ്കിൽ, കാപഢ്യമുള്ള തനിക്ക് മുൻപേ നടന്നവരുടെ കാപഢ്യം തിരിച്ചറിയുന്ന സമൂഹം, ആ തലമുറ, വളർന്നു വരുന്ന തലമുറ. ഈ സമ്മേളന വേദിയിൽ ആളുകളുടെ എണ്ണം കുറവാണ്. പക്ഷേ ഈ കുറഞ്ഞ ആളുകളിൽ ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, 40 വയസ്സിൻ്റെ താഴെയുള്ളവരൊന്ന് കൈപൊക്കാൻ പറഞ്ഞാൽ എത്ര പേരുടെ കൈ ഉയരും? എത്ര പേർ? 1, 2, 3, 4, 5, 6. ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ മഹാസമ്മേളന വേദിയിൽ 40 വയസ്സിൻ്റെ താഴെയുള്ളവരുടെ എണ്ണം
6 ആളാ. ഇത് ഇവിടെ മാത്രമല്ല, കേരളം മുഴുവൻ പ്രസംഗങ്ങൾക്ക് പോകുന്ന ഒരാളാണ് ഞാൻ ഇന്ന് വരെ ഒരു 10 പേരെ തികച്ച് യുവതലമുറയെ എവിടെ കാണുന്നില്ല, ഇത്തരം വേദികളിൽ കാണുന്നില്ല. ആർക്കാ ഉത്തരവാദിത്തം? വീട്ടുകാർക്ക്, അമ്മമാർക്ക്. ഞങ്ങളൊക്കെ എങ്ങനെയെങ്കിലും വളർന്നോട്ടെ എന്ന് വിചാരിച്ച് എൻ്റെ അപ്പനും അമ്മയൊക്കെ വളർത്തിയ, നന്നാക്കാൻ നോക്കിയില്ല ഇവർ. അതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെയായി. പക്ഷേ ഇപ്പോഴുള്ള പിള്ളേരെയൊക്കെ നമ്മൾ നന്നാക്കാൻ തീരുമാനിച്ചിട്ടാണ് വളർത്തണേ. അതുകൊണ്ടാണ് ഇങ്ങനെയായി. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു. എന്നിട്ട് പറയാ കേരളം വിട്ടു പോവുകയാണ്, യുവതലമുറ ഇവിടെ നിന്ന് പോവുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ വിലപിക്കുക. ഞാൻ തമാശക്കൂടെ പറയും, നല്ല കശുവണ്ടി നമ്മൾ കയറ്റി അയക്കും, നല്ല ഏലക്കായ നമ്മൾ കയറ്റി അയക്കും, അങ്ങനെ നല്ല ജാതിപത്രിയൊക്കെ നമ്മൾ കയറ്റി അയക്കും. നമ്മുടെ ഉപയോഗത്തിന് എന്താ എടുക്കുക? പേട്ട്, കറുത്തതും തിരിഞ്ഞതും തിരിവ് വന്നതും. പിള്ളേരുടെ കാര്യം ഇപ്പം അത്ര തന്നെയുള്ളൂ. നല്ല പിള്ളേരെയൊക്കെ നമ്മൾ കാനഡയിലേക്കും അമേരിക്കയിലേക്കും UK-ലേക്കൊക്കെ കയറ്റി അയക്കും. നമ്മുടെ ഉപയോഗത്തിന് അഥവാ പേട്ടായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ അതിന് സാമൂഹ്യക്ഷേമ പെൻഷൻ മേടിക്കും, അതിനൊരു സംഘടന ഉണ്ടാക്കും, അതിന് കോടികളുടെ ഫണ്ട് ഉണ്ടാക്കും, അതിന് അപ്പനമ്മമാരുടെ ധർണ നടത്തും. ഞാനിത് കുറ്റമായിട്ട് പറയല്ല. പണ്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ നാട്ടിൽ ഈ അംഗവൈകല്യം വന്ന ഡിഫറൻഷ്യലി ഏബിൾഡൊക്കെ ഉണ്ടായിരുന്നില്ലേ? സമൂഹത്തിൽ അവരുടെ വല്ല കൂട്ടായ്മകൾ ഉണ്ടായിരുന്നോ? അവകാശങ്ങൾക്ക് വേണ്ടി അവർ വല്ല സമരവും ചെയ്തിരുന്നോ? ഇന്നിപ്പോൾ അതൊരു വരുമാന മാർഗമാക്കി മാറ്റുന്ന എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞ. പ്രകൃതി വിരുദ്ധത മനുഷ്യൻ്റെ, അതായത് പ്രകൃതി സൗഹൃദ സമൂഹമില്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊന്നും, എൻ്റെ നാട്ടിലൊക്കെ ചില പ്രത്യേക തറവാടുകളിൽ ബധിരരുടെയും മൂകരുടെയും എണ്ണം കൂടുതലാണ്. ഒരാൾ പോലും അവരെ പരിഹസിക്കുകയോ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയോ ഒന്നും ചെയ്തിരുന്നില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ കൂടുതൽ കാണുന്നു, അംഗവൈകല്യം വരുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. എന്താ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗർഭം തിരിച്ചറിയുന്ന സമയം മുതൽ ഗർഭിണിക്ക് നൽകുന്ന മരുന്നുകൾ മുതൽ ഇപ്പോൾ പോളിയോ നമ്മൾ ഒരു വാക്സിൻ എന്നൊക്കെ പറയും, ഇപ്പം എല്ലാം വാക്സിനാ. കാലത്ത് സംസാരിച്ചപ്പോഴാണോ ആരോ സൂചിപ്പിച്ചു, എന്താ ഡോളോ എന്തോ ഒരു മരുന്ന് ഇങ്ങനെ ചവറ് പോലെ തിന്നുന്നു അല്ലേ? കാലത്ത് സംസാരിച്ചപ്പോൾ നമ്മളിതൊക്കെ പറയും, ഇതൊക്കെ തെറ്റാണെന്നൊക്കെ നമ്മൾ പറയും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു $4 കഴിക്കട്ടെ എന്ന്. അപ്പം നമ്മൾ അടിസ്ഥാനപരമായി സമൂഹത്തിൽ നിന്ന്, പരിസ്ഥിതിയുടെ, പ്രകൃതിയോട് സന്ധി ചെയ്യുന്ന സമൂഹത്തിൽ നിന്ന് കമ്പോളം നിയന്ത്രിക്കുന്ന ആസക്തിയുടെ സമൂഹമായി മാറിയിരിക്കുന്നു. അതാണ് ആദ്യത്തെ പ്രകൃതി വിരുദ്ധത. ഞാൻ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പരിസ്ഥിതി വിഷയം 2008 കാലഘട്ടത്തിൽ ഞാൻ കേരളത്തിലെ നെൽവയൽ സംരക്ഷണ നിയമം വേണമെന്നാവശ്യപ്പെട്ട് ഒരു 18 ദിവസം ഉപവാസം നടത്തുകയും അന്ന് VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകെ ഒരു സമരമുഖത്തെ വന്നുള്ളൂ. അത് ഞാൻ നിരാഹാരം കിടന്ന പന്തലിൽ പാടത്ത് അദ്ദേഹം ഒരു 200 മീറ്ററോളം നടന്നു വരേണ്ടി വന്നു. അവിടെ വെച്ചാണ് ആ ചർച്ച നടന്നതും നെൽവയൽ സംരക്ഷണ നിയമം ഉണ്ടായത്. അപ്പോൾ ആ സമരമുഖത്ത് വന്ന സുഗതകുമാരി ടീച്ചർ നിഷ്കളങ്കയാണ് അവർ. എനിക്ക് ടീച്ചറോടുള്ള ബഹുമാനത. സുഗതകുമാരി ടീച്ചർ വളരെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞു, വർഗീസ് പറഞ്ഞതാ സത്യം. വനങ്ങൾ സംരക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ കേരളത്തിൻ്റെ പ്രകൃതിയെ സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ വയലുകൾ സംരക്ഷിക്കേണ്ടതായിരുന്നു. ഞങ്ങളൊക്കെ മറന്നുപോയ ആ കാര്യമാണ് വർഷങ്ങൾക്കു ശേഷം വർഗീസ് വീണ്ടെടുത്ത്, അല്ലെങ്കിൽ അതിനൊരു നിയമമെങ്കിലും ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു. അതുപോലെ അന്ന് ടീച്ചർ മാത്രമല്ല, അവിടെ വന്ന ഒട്ടുമിക്ക മഹാവ്യക്തികളും അത് പറഞ്ഞു. വയലുകളായിരുന്നു വനങ്ങൾ സംരക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നത് വയലുകളായിരുന്നു. പക്ഷെ വയലുകൾ സംരക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, കാർഷിക സംസ്കാരം സംരക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ വിലപിക്കുന്ന മദ്യവും മയക്കുമരുന്നും ഇത്ര വ്യാപകമാകുമായിരുന്നില്ല. അധ്വാനിക്കുന്നവൻ, കൂലിക്ക് വേണ്ടി അധ്വാനിക്കുന്നവനല്ല, 5 മണിവരെ സമയം തികച്ചിട്ട് കിട്ടിയിട്ട് ഷെയർ അടിക്കാൻ പോകുന്നവൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. കൃത്യമായിട്ട് മണ്ണിൽ പണിയെടുക്കുന്നവൻ്റെ ലഹരി ശീലത്തിന് വ്യത്യാസമുണ്ടാകും. അതാണ് പറഞ്ഞ പ്രകൃതി സൗഹൃദ സമൂഹം. അപ്പോൾ അങ്ങനെ ഒരു പ്രകൃതി സൗഹൃദ സമൂഹത്തെ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴാണ്. ഇന്ന് ഈ മഹാസമ്മേളനത്തിൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. കേരളത്തിൽ ഞങ്ങളൊക്കെ തുടങ്ങി വെച്ച് കഴിഞ്ഞ ഇനി പ്രകൃതി സൗഹൃദം പറയുന്നുവെങ്കിൽ നിങ്ങളൊരു സത്യം മനസ്സിലാക്കുക, കേരളത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. നമ്മൾ ഓരോരുത്തരും മുൻകൈയെടുത്താൽ ഈ പറഞ്ഞ ലഹരിയടക്കം, ക്രിമിനൽ സ്വഭാവമടക്കം, നിഷേധ സ്വഭാവമടക്കം, ഈ നാട് വിട്ടു പോകാൻ തോന്നുന്ന യുവതലമുറയുടെ പ്രവാസ സ്നേഹമടക്കം സകലതിലും മാറ്റം വരും. നമ്മൾ വെള്ളത്തെ സ്നേഹിക്കുക.
ജലത്തെ സ്നേഹിക്കുക. പഞ്ചഭൂതങ്ങളിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ജലത്തെ സ്നേഹിക്കുക. കേരളത്തിൽ മലിനമായി കിടക്കുന്ന പുഴകളും കേരളത്തിൽ മലിനമായി കിടക്കുന്ന ജലാശയങ്ങളും മലിനമായി കിടക്കുന്ന കിണറുകളും അങ്ങനെ തുടങ്ങി നമുക്കിടെ പരിസരത്തുള്ള മുഴുവൻ ജലാശയങ്ങളും ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ, വെറുതെ പറയുകയല്ല, കേരളത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളും തീരും. ഞാനിപ്പോൾ പല സ്ഥലങ്ങളിലും യാഗങ്ങൾ നടന്നിടത്ത് ചില പ്രഭാഷണങ്ങൾക്ക് ചെന്നു. പക്ഷെ അവിടെ ഒരിക്കലും ഒരു പോസിറ്റീവ് എനർജി ആ യാഗഭൂമികളിൽ കാണുന്നില്ല. അപ്പോൾ ഞാൻ ഉടനെ തന്നെ അവരോട് ചോദിച്ചു, ഇതിനടുത്ത് എവിടെയെങ്കിലും മലിനമായി കിടക്കുന്ന ജലാശയമുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഉണ്ട്, അടുത്തിങ്ങനെ ഒരു കുളം, ഒരു 4 ഏക്കറാണ് കാലങ്ങളായിട്ട്. ഞാൻ പറഞ്ഞു, ആ കുളം ഇവിടെ കിടക്കുന്നിടത്തോളം നിങ്ങളൊരു യാഗഭൂമിയായിട്ട് ഇതിനെ കണക്കാക്കുക വേണ്ട. യാഗങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ വിശാലമായ ഗ്രന്ഥങ്ങളിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു യാഗഭൂമിയുടെ സമീപത്ത് മലിനീകരിക്കപ്പെട്ട ജലാശയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഒരു വിദ്യാലയത്തിൻ്റെ അടുത്ത് മലിനീകരിക്കപ്പെട്ട ജലാശയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇനി നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം വീട്ടിൽ പരീക്ഷിക്കാം. കുറച്ച് മലിനജലം നിങ്ങളുടെ വീടിൻ്റെ പ്രധാന സ്ഥാനത്ത് വയ്ക്കുക, ഒരാഴ്ച വയ്ക്കുക. നിങ്ങളിലുണ്ടാകുന്ന ചിന്തകളും ഭാവങ്ങളുമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തുക. അത് കഴിഞ്ഞ് നിങ്ങൾ ശുദ്ധമായിട്ട് നല്ല നിങ്ങളുടെ കിണറ്റിലെ വെള്ളം കോരി വയ്ക്കുക. അതും കഴിഞ്ഞ് നിങ്ങൾ പരിശുദ്ധമായ ഗംഗാജലത്തെ കൊണ്ടുവന്ന് വയ്ക്കുക. ഈ 3 പരീക്ഷണം നടത്താൻ നിങ്ങൾ 21 ദിവസം കൊണ്ട് പരീക്ഷണം നടത്തിയാൽ ജലം ശുദ്ധീകരിച്ചാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഒരു പരിസ്ഥിതി സൗഹൃദ സമൂഹത്തിലേക്ക് ഇനി നമ്മൾ പ്രവേശിക്കണമെങ്കിൽ കേരളത്തിലെ, നമ്മൾ ആഗോള ഭാരതമൊന്നും ഇപ്പോൾ നമ്മൾ പറയുന്നില്ല, കേരളത്തിലെ മലിനീകരിക്കപ്പെട്ട മുഴുവൻ ജലാശയങ്ങളും, ഞാനൊരിക്കൽ ഒരു സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വർഷം മുൻപ് ജപ്പാനിൽ പോയപ്പോൾ അവിടെ താമസിച്ചത് ഒരു തടാകമല്ല, ഒരു തോടിൻ്റെ കരയിലെ ഒരു മുറിയിലാണ്. അപ്പോൾ നമ്മുടെ മലയാളിയുടെ സ്വഭാവമാണല്ലോ, കുറച്ച് പഴയ ടിക്കറ്റും സാധനങ്ങളൊക്കെ നമ്മുടെ ജുബയുടെ പോക്കറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ചുരുട്ടി ജനലിൽ കൂടെ പുറത്തേക്ക് ഇട്ടു. കൃത്യം 13ാമത്തെ മിനിറ്റിൽ എൻ്റെ റൂമിൻ്റെ വാതിലിൽ മുട്ടി ആ റിസപ്ഷനിസ്റ്റ്. സാർ, ഇന്ത്യൻ മണി ഒരു 7000 രൂപ അടയ്ക്കണം. എന്താ കാര്യം എന്ന് ചോദിച്ചോ. പറഞ്ഞു, സാറ് ഒരു വേസ്റ്റ് തോട്ടിലേക്ക് ഇട്ടു. അപ്പോൾ അതിന് അവിടുത്തെ അത് ലിങ്കാണ് അത് അവർക്ക് ക്യാമറയിൽ കാണാൻ പറ്റും. അപ്പം തന്നെ അവർ വന്ന് അത് ഒരു വലയുണ്ട് ഇങ്ങനെ കോരിയെടുത്ത കടലാസ് അവർ നീക്കം ചെയ്യും. അത് കോരിയെടുത്തതിന് ഇന്ത്യൻ മണി 7000 രൂപ നമ്മൾ അടയ്ക്കുക. പരിസ്ഥിതിയെ സ്നേഹിക്കുകയാണ് അവർ. നമ്മുടെ തമ്പാനൂരൊക്കെ പോകുമ്പോൾ ചില തോട്, നമുക്കിങ്ങനെ വെള്ളം കോരി കുടിക്കാൻ തോന്നി. എന്തൊരു വൃത്തിയാണെന്നറിയോ അല്ലേ? ഭയങ്കര വൃത്തിയല്ലേ? നമ്മുടെ രോഷമുയരുന്നില്ല, നമ്മളാരും പ്രതികരിക്കുന്നില്ല. അത് വേറെ ആരുടെയോ പണിയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാണ് നമ്മൾക്ക് ഇഷ്ടം. എൻ്റെ വളപ്പിലെ മാലിന്യം മുഴുവൻ പുറത്തേക്കിടട്ടെ, എൻ്റെ വളപ്പ് ശുദ്ധമായിരിക്കട്ടെ. ഹൈജനിക് എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. എന്നിട്ട് വീട്ടിലൊക്കെ ടൈൽസ് ഇട്ടു. ഏതാണ്ട് 60% സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മുട്ടുവേദനയാണ്. ഒറ്റ കാരണേ ഉള്ളൂ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഉള്ളംകാലിലൂടെ കയറുന്ന. എന്നിട്ട് ഇപ്പോൾ വീട്ടിലെന്ത് ചെയ്യുക സാറേ? മുറ്റത്ത് മാത്രമല്ല സാറേ, ബാത്റൂമിൽ പോകണമെങ്കിൽ വീട്ടിലും. എൻ്റെ ഭാര്യയ്ക്ക് വീട്ടിൽ ചെരുപ്പിട്ട് തന്നെ നടക്കണം. എൻ്റെ ഭാര്യ, ഞാൻ ഇപ്പോൾ ഈ വിപ്ലവം പറയുന്ന എൻ്റെ ഭാര്യയ്ക്ക് ചെരുപ്പിട്ട് നടക്കണം. അവൾ ചെരുപ്പിടാണ്ട് ടൈൽസിൽ നടന്നാൽ ആശുപത്രി കൊണ്ടുകൊണ്ടി വരും. 2 നിലയുണ്ട് വീടിന്. എനിക്ക് തോന്നുന്നത് ഒരു 15 കൊല്ലെങ്കിലായിട്ടുണ്ട് എൻ്റെ ഭാര്യ മുകൾ നിലയിലെ മുറിയിലേക്ക് കയറാൻ പറ്റൂല, കോണി കയറാൻ മുട്ട അനുവദിക്കുകയില്ല. അപ്പോൾ പരിസ്ഥിതി സൗഹൃദം എന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകളിൽ പോലും നമുക്കത് പാലിക്കാൻ കഴിയില്ല. കാരണം എന്താ? അവിടെയാണ് നമ്മളെക്കാൾ ശക്തമായ കമ്പോളത്തിൻ്റെ പ്രചരണം. അത് പ്രകൃതി വിരുദ്ധതയാണ്. ആ പ്രചരണങ്ങൾ മുഴുവൻ അതിനെ ഏറ്റെടുക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. വിഷയം വളരെ വിപുലമായൊരു വിഷയമായതുകൊണ്ട് ഞാൻ ആ ജലത്തിലേക്ക് വീണ്ടും ഊന്നൽ നൽകുകയാണ്. ഇന്ന് ഈ സമ്മേളനത്തിൽ എന്നെ ശ്രവിക്കുന്നവരോടുള്ള പറയുന്ന, നിങ്ങളുടെ നാട്ടിൽ ഒരു ജലാശയമുണ്ടെങ്കിൽ ആ ജലാശയം ശുദ്ധീകരിച്ചാൽ രോഗങ്ങളുടെ അളവ് ഗണ്യമായി കുറയും, ഒരു സംശയവും വേണ്ട. ഇന്ന് പോയി നിങ്ങളുടെ വീട്ടിൽ ഒരു കിണറുണ്ടത് അശുദ്ധിയാണെങ്കിൽ ആ കിണർ ശുദ്ധീകരിക്കുക. ആ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും കോർപ്പറേഷനിൽ നിന്നും തരുന്ന മറ്റേ ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടല്ല കേട്ടോ ശുദ്ധീകരിക്കേണ്ടത്. ആ വെള്ളം ഒന്ന് അടിച്ച് വറ്റിക്കണം. അല്ലാണ്ട് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ശുദ്ധീകരിക്കുക എന്നുള്ളതൊക്കെ അണുക്കളെ കൊല്ലുകയാണ്. നല്ല വെള്ളം വരുമ്പോൾ തിരുവനന്തപുരത്തുകാരെന്താ പറയാമെന്നറിയില്ല, ഞങ്ങളുടെ അവിടെയൊക്കെ അതിനിങ്ങനെ ഒരു ചാടൻ മാതിരി ഒരു പ്രാണി, എന്താ പറയുക ഇവിടെയൊക്കെ, അതിനെന്തോ പേരുണ്ട്, അത് നടക്കുന്നത്
അത് കൂത്താടി. ആ കൂത്താടിയെ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കൂത്താടിയല്ല, കൂത്താടി കൊതുകിൻ്റെ ലാർവയല്ലേ. ഇതിങ്ങനെ നടക്കും, വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നടക്കും. നമുക്ക് കാണാൻ കഴിയില്ല, ഇങ്ങനെ വെറുതെ എന്തോ ഒരു പേരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അത് കണ്ടാൽ ആ വെള്ളം ശുദ്ധമാണ്, ശുദ്ധജലത്തിൽ മാത്രമേ അതിങ്ങനെ നൃത്തം ചവിട്ടും. നല്ല ക്യാബറ ഡാൻസ് കളിക്കുക. അത് നിശബ്ദമായിട്ട് നമ്മൾ നോക്കിയിരുന്ന നല്ല രസമായിരിക്കും. ഞാനൊക്കെ അത് കിണറിൻ്റെ പക്കത്ത് ഇങ്ങനെ നോക്കിയിരിക്കുക. അവരിങ്ങനെ നല്ല ക്യാബറ ഡാൻസ്. നമ്മുടെ പിള്ളേരൊന്നും അതിൻ്റെ ഏഴ് അയൽപ്പക്കൊക്കെ എത്തില്ല. അപ്പോൾ ഒരു മ്യൂസിക് കൂടി വെച്ചിട്ട് നമ്മളത് കണ്ടാൽ മതി. അപ്പോൾ ശുദ്ധജലത്തിൻ്റെ മുകളിൽ അത് കാണുള്ളൂ. ഇന്ന് എത്ര കിണറുകളിൽ കാണാൻ പറ്റും? ഇല്ല. മലിനീകരിക്കപ്പെടുകയാണ്. ഇനി പരിസ്ഥിതിയിൽ മലിനീകരണം, ഈ പക്ഷി സ്നേഹമൊക്കെ പറയും ആളുകൾ. ഞാനും പക്ഷി സ്നേഹിക്കുക. പണ്ടൊക്കെ ദേശാടന പക്ഷികൾ വന്നാലേ ഒരു സീസൺ കഴിഞ്ഞ് അവരെന്ത് ചെയ്യും? പോവും. ഇപ്പോൾ പോണില്ല. ബ്രിട്ടീഷുകാരേക്കാൾ കഷ്ടമാണ് ഇപ്പോൾ വിദേശ പക്ഷികൾ. എന്താ വിദേശ പക്ഷികളുടെ കുഴപ്പമുണ്ടായത്? എന്താ പരിസ്ഥിതിക്ക് എന്താ സംഭവിച്ചറിയോ? വയലേലകളിലെ മുഴുവൻ ജലവൈവിധ്യം, ജലജീവികളുടെ വൈവിധ്യമില്ലാണ്ടായി. നമ്മുടെ കാക്കയും കൊക്കുമൊക്കെ അതിൻ്റെ വിശപ്പിനു മാത്രം ആഹാരം സ്വീകരിക്കുക. അതാണ് നമ്മുടെ നാടൻ പക്ഷികളുടെ ഗുണം. ഇവരങ്ങനെയല്ല. ഈ നാടൻ കൊക്കൊന്നും ഒരു ബ്രാല്, ഇപ്പോൾ ഞാനൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഈ ചെറിയ മീൻ ഇങ്ങനെ പോകുന്നിടത്തൊന്നും കൊക്ക് കൊത്തിയെടുക്കാറില്ല. ഒരു ഇച്ചിരി പ്രായമൊക്കെ ആയി ഒരു മീൻ തിന്നാൽ വിശപ്പടങ്ങുന്ന ഒരു മീനിന് വേണ്ടിയാണ് കൊക്ക് കാത്തിരിക്കുക. പക്ഷെ ഈ വരുന്നവരങ്ങനെയല്ല വിദേശികൾ. ഒറ്റ ഇറക്കം, ഒറ്റ നിരപ്പാക്കല. അവിടെ ഞണ്ടും ഞവണിയും കാരിയും കൂരിയും. ഇപ്പം ഞാൻ കോൾപ്പാട് മേഖലയിൽ, തൃശ്ശൂരിൻ്റെ കോൾപ്പാട് മേഖലയിൽ കൃഷിയുള്ള ആളാണ് ഞാൻ. അവിടെ പാടശേഖരത്തിൽ നഷ്ടപ്പെട്ടത് ഈയിടെ ഒരു കോളേജ് വിദ്യാർത്ഥികളുടെ പഠനം, സുവോളജി വിഭാഗത്തിൻ്റെ പഠനം നടത്തിയപ്പോൾ 18 തരം പഴയകാല ജലജീവികളെ, ശുദ്ധജല ജീവികളെ ഇപ്പോൾ കാണാനില്ല. അത് മുഴുവൻ ഈ പരിസ്ഥിതി പക്ഷികൾ, ഈ ദേശാടന പക്ഷികൾ. അപ്പോൾ ബ്രിട്ടീഷുകാരനേക്കാൾ വലിയ ദ്രോഹമാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന പക്ഷികൾ ചെയ്യണേ. എന്നിട്ട് ആ പക്ഷികളെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ വരും പരിസ്ഥിതി സ്നേഹം. അത് പരിസ്ഥിതി സ്നേഹമല്ല, അത് ഫണ്ടിങ് പരിസ്ഥിതി സ്നേഹം എന്ന് പറയും. ഞാനതിനെ അങ്ങനെ പറയാം. അപ്പോൾ ഫണ്ടിങ് പരിസ്ഥിതി സ്നേഹ. വൃക്ഷങ്ങളൊക്കെ വളരണ്ടേ? വേണം. ഞാനിപ്പോൾ മൂന്നാറിൽ ഒരു വലിയ സമരത്തിന് കളമൊരുക്കിക്കൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയാണെന്നറിയാം? മരം വെട്ടാനാ. ഏത് മരമാണെന്നറിയോ? ഗ്രാൻഡിസ് മരങ്ങൾ. കണ്ടിട്ടുണ്ടോ മൂന്നാറിൽ പോകുമ്പോൾ? മൂന്നാറിനെ അടുത്ത 10 വർഷം കൊണ്ട് മൂന്നാറിനെ മരുഭൂമിയാക്കി മാറ്റും ഈ ഗ്രാൻഡിസ് മരങ്ങൾ. ബോധപൂർവം അവിടെ നട്ടു വളർത്തുക തന്നെയാണ്. കാരണം ഏറ്റവും അടിയിലേക്ക് വേരുകൾ പോകും. 80കളിൽ നായനാർ സർക്കാർ നമ്മുടെ ഹൈവേ ഓരങ്ങളിലൊക്കെ യൂക്കാലിത്തൈകൾ വെച്ച് പിടിപ്പിക്കാൻ തീരുമാനിച്ചു. നമ്മൾ അതിനെതിരെ സമരം ചെയ്തു. എൻ്റെ പേരിൽ 7 or 8 കേസ് ഉണ്ടായിരുന്നത് വലിച്ചു കളഞ്ഞ് സമരം ചെയ്തതിന്. അതേ സർക്കാർ ഇപ്പോൾ കഴിഞ്ഞ 4-5 വർഷം മുൻപ് യൂക്കാലിയൊക്കെ വെട്ടിക്കളയണമെന്ന് തീരുമാനിച്ചു. ഭരണകൂടത്തിന് അങ്ങനെ ചില തമാശകൾ തോന്നും. ജൂൺ 5-ന് നമ്മൾ കുറേ മരങ്ങൾ നടും. ശരിക്കും ജൂൺ 5-ന് നിങ്ങളൊരു 15 വർഷത്തെ കണക്ക് മാത്രം എടുത്താൽ മതി. എന്നിട്ട് ആ ജൂൺ 5-ന് ഓരോ സംഘടനകളും സർക്കാരും നട്ട മരങ്ങളുടെ കണക്കെടുക്കുക. കേരളത്തിൽ 1 ഇഞ്ച് സ്ഥലം നിങ്ങൾക്ക് കാലുവയ്ക്കാൻ കിട്ടില്ല ആ മരങ്ങളൊക്കെ വളർന്നുണ്ടായിരുന്നെങ്കിൽ, അല്ലേ? 1 ഇഞ്ച് സ്ഥലം കിട്ടില്ല. കാരണം അത്ര കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മരങ്ങളാണ് നമ്മൾ നട്ടുപിടിപ്പിച്ച കണക്കിൽ. ഞാൻ ആ കൊല്ലങ്കോട് ഭാഗത്ത്, തമാശക്കോടെ പറയുന്നില്ല, കൊല്ലങ്കോട് ഭാഗത്ത് ഒരിക്കലും ഒരു കാര്യത്തിന് ചെന്നപ്പോഴേ ഒരു ഫോറസ്റ്റ് എൻ്റെ ഒരു കണക്ക് എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ 5000 മരങ്ങൾ നട്ടു എന്നുള്ളതാണ്. 5000 മരം നടാൻ ആ കൊല്ലങ്കോട് മേഖലയിൽ വനാതിർത്തിയിൽ സ്ഥലമില്ല. അപ്പോൾ ഞാനതൊന്ന് വെറുതെ അന്വേഷിച്ചു. അപ്പോൾ ഒന്നും ഉണ്ടായില്ല. 500 മരങ്ങളുടെ കൂടെ ഒരു 0 ചേർത്ത് ഫണ്ട് അടിച്ചു മാറ്റിയത്. ഇതാണ് നമ്മുടെ കണക്കുകൾ. ഞാനപ്പോൾ ഇത് പറഞ്ഞത്, പരിസ്ഥിതി സൗഹൃദ സമൂഹത്തിൽ കാപഢ്യം കുറയും, നുണ കുറയും. നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ പറയുന്ന വാക്കുകൾ, ഞാൻ ആരും വ്യക്തിപരമായിട്ട് പറയല്ല, ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നുണ പറയുന്നവരാരാണെന്നറിയോ? മലയാളികളാണ്. ഒരു കാര്യമില്ലെങ്കിലും നമ്മൾ നുണ പറയും. ഒരാവശ്യമില്ലെങ്കിലും നമ്മൾ നുണ പറയും. ചായ കുടിച്ചോ? പിന്നെ ഞാൻ ഇപ്പം തന്നെ കഴിച്ചതാ. അല്ല, അവനൊരു പണി കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടാണെങ്കിൽ, ഇല്ലടാ ഇപ്പോൾ ചായ ഒന്നും കുടിച്ചില്ല, പറ്റുകയാണെങ്കിൽ ഒരു ചായ മേടിക്കുമെന്ന് പറയും. അതിൻ്റെ തൊട്ട് ചായയും പലഹാരമൊക്കെ കഴിച്ച് ഇറങ്ങിയതാണെങ്കിലും പറയും ചായ കുടിച്ചില്ല എന്ന് പറയും. അങ്ങനെ എന്തിനും ഒരാവശ്യമില്ലാണ്ട് നുണ പറയുന്നവരാണ് മലയാളികൾ. ഞാനിപ്പോൾ ഈ ചായക്കടകളിലൊക്കെ ശ്രദ്ധിക്കും. കാരണം അത് മനുഷ്യൻ്റെ പ്രകൃതി വിരുദ്ധത നമ്മൾ കൂടുതൽ കാണുക അങ്ങനെയാണ്. ആരാൻ്റെ കാശിനാണ് ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ വയറ് നിറച്ച് കുടിക്കും. പണ്ട് അങ്ങനെയായിരുന്നില്ല. ഒരില ചോറുള്ളത് നമ്മളവിടെ മാറ്റി വയ്ക്കുമായിരുന്നല്ലേ സാറേ? ഒരില ചോറുള്ളത് മാറ്റി വയ്ക്കുമായിരുന്നു. ഇപ്പോൾ ഒരില ചോറല്ല, 3 ഇല ചോറ് നമ്മൾ അപ്പം തന്നെ അടിച്ചു മാറ്റും. പ്രകൃതി വിരുദ്ധതയാണത്. ഭക്ഷണമോ? ഹോട്ടലിൽ പോയാൽ നിങ്ങൾ ആരെങ്കിലും ചെരിപ്പൂരി ഭക്ഷണം കഴിക്കാറുണ്ടോ?
നിങ്ങൾ ഹോട്ടലിൽ പോയി സ്ഥിരഭക്ഷണം കഴിക്കുമ്പോൾ ആഹാരത്തേക്കാൾ നിങ്ങളുടെ അപകടം നിങ്ങൾ ചെരുപ്പ് ഊരാതെ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ്. എന്താ കാരണം? എർത്താണിത്. ഈ കാലുകൾ എന്ന് പറയുന്നത് ഈ യന്ത്രം, ഇതൊരു യന്ത്രമാണ്. എപ്പോൾ വേണമെങ്കിലും ഫ്യൂസ് പോവാവുന്ന ഒരു യന്ത്രം. ആ യന്ത്രം പ്രവർത്തിക്കുമ്പോൾ അതിനൊരു സ്വാഭാവിക എർത്താണ് നമ്മുടെ പാദങ്ങൾ. വെറുതെ പ്രകൃതി അങ്ങനെ തന്നതല്ല. അതുമ്പോൾ ഷൂ ഇട്ടിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഈ യന്ത്രം പ്രവർത്തിക്കും. അപ്പോൾ കുറേയൊക്കെ കഴിയുമ്പോൾ ഭയങ്കര ഗ്യാസ് കേട്ടോ, ഭയങ്കര ഗ്യാസ്. എങ്ങനെ ഗ്യാസ് കയറാണ്ടിരിക്കുക? ഈ ദഹന പ്രക്രിയ ഈ എർത്തില്ലെങ്കിൽ. ചമ്രം പടിഞ്ഞിരുന്ന് ചോറിനണമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ഭക്ഷണം ആർക്കും കൊടുക്കണ്ടെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പറയാം, മേശം കസേരയൊന്നും ഇല്ല കേട്ടോ, ചമ്രം പടിഞ്ഞിരിക്കുന്നതെന്ന് പകുതി ആൾക്കാർ പൊക്കോളും. ചമ്രം പടിഞ്ഞിരിക്കാൻ പറ്റുമോ? ഞാനിപ്പോൾ എൻ്റെ ഓഫീസ് ഇരിങ്ങാലക്കുടയിൽ ഇപ്പോൾ നമ്മൾ സ്വദേശി മിഷൻ ഒരു പുതിയ സംരംഭം, അതിൻ്റെ ഓഫീസിൽ കസേരയൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ കുറച്ച് ദിവസം ഒരു പരീക്ഷണം നടത്തുകയാണ്. വരുന്നവരിൽ ഒരു 60% അവിടെ ഇരിക്കാൻ പറ്റണില്ല, എല്ലാവരും നിന്നിട്ടേ വർത്തമാനം പറയുന്നുള്ളൂ. അവർക്ക് ഇരിക്കാൻ പറ്റില്ല, കാലുമടക്കി ഇരിക്കാൻ പറ്റൂല. അപ്പോൾ അത് പ്രകൃതി വിരുദ്ധത നമ്മളിങ്ങനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുക. അതിനൊക്കെ നമ്മൾ പറയുന്ന പേരാണ് പരിഷ്കാരം. ഭക്ഷണം മുൻപ് എങ്ങനെയായിരുന്നു? ഭക്ഷണമാണ് ഏറ്റവും വലിയ പ്രകൃതി വിരുദ്ധത. മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ എന്താ? മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം, പരിസ്ഥിതി സൗഹൃദ ജീവിതത്തിൽ നിന്ന് മാറിയ ഒരൊറ്റ ജീവിയേ ഉള്ളൂ, മനുഷ്യൻ മാത്രം. ലോകത്തെ മറ്റൊരു മൃഗവും പരിസ്ഥിതി സൗഹൃദ ജീവിതത്തിൽ നിന്ന് മാറിയിട്ടില്ല. എന്തുകൊണ്ട് നമ്മൾ മാറി? നമുക്ക് ബുദ്ധി ഉണ്ടായി. എങ്ങനെയാണ് മനുഷ്യന് ബുദ്ധി ഉണ്ടായേ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എങ്ങനെ ബുദ്ധി ഉണ്ടായെന്ന്? നിങ്ങൾക്ക് ബുദ്ധി കുറയണമെന്ന് ആഗ്രഹമുണ്ടോ? 21 ദിവസം വേവിക്കാത്ത ആഹാരം മാത്രം കഴിച്ചു നോക്കുക, നിങ്ങളുടെ ബുദ്ധി, വലിയ ബുദ്ധി കുറയും നിങ്ങൾക്ക്. പക്ഷെ ബുദ്ധി കുറയും തോറും ഒരു സമാധാനം തോന്നും നമുക്ക്. നമ്മൾ ഈ ബുദ്ധി ഭ്രമം സംഭവിച്ചവരൊക്കെ ഇങ്ങനെ വളരെ സാത്വികരായിട്ട് ഇങ്ങനെ ഇരിക്കണുണ്ടല്ലേ. നമ്മൾ അല്ലലും അലട്ടും സഞ്ചിയും ഓട്ടവും ബസ്സിനും ഓട്ടമൊക്കെ കാണുമ്പോൾ ആ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ എത്ര സമാധാനത്തിലിരിക്കണേ. അത് ബുദ്ധിഭ്രമം സംഭവിക്കുക, ബുദ്ധി ഇല്ലാണ്ടാവുകയാണ്. അപ്പോൾ ഒരു 21 ദിവസം, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്, വേവിച്ച ആഹാരം കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനുഷ്യന് ബുദ്ധിയുണ്ടായത്. ബുദ്ധിയുടേതാണ് ഇന്നത്തെ ലോകം. ബുദ്ധി അങ്ങനെ അവൻ മനഃപൂർവ്വം വേവിച്ച് കഴിച്ചതല്ല. പച്ചമാംസവും പച്ച കായികനികളും ഒക്കെ ഭക്ഷിച്ചിരുന്ന മനുഷ്യൻ കാട്ടുതീയിലും മറ്റും വെന്ത് അവന് മറ്റ് ആഹാരം കിട്ടാതായപ്പോൾ ആ വെന്ത് കിടക്കുന്ന സാധനങ്ങൾ അവൻ എന്ത് ചെയ്യാണ്? ഭക്ഷിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ വെന്ത ആഹാരം കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവന് കുറേശ്ശെ ബുദ്ധിയുണ്ടായി. അപ്പം അവനത് എങ്ങനെയാണ് വേവിക്കണേന്ന് മനസ്സിലാക്കി. അപ്പം തീയിലാണ് വേവണമെന്ന് മനസ്സിലായി. അപ്പം അവൻ ഈ തീ എവിടെ നിന്നാണ് വരണേന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പം അവൻ കണ്ടെത്തി, മരങ്ങൾ തമ്മിൽ കൂട്ടിയുരസി തീ ഉണ്ടാകുന്നുണ്ട്, പാറക്കല്ലുകൾ കൂട്ടിയുരസി തീ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അവൻ അരണി കടഞ്ഞ് ആദ്യത്തെ തീ ഉണ്ടാക്കി. എന്തിനു വേണ്ടി? അവൻ്റെ ആഹാരം വേവിക്കാൻ. അപ്പോൾ ആ തീ കെടുത്താൻ പഞ്ചഭൂതങ്ങളിൽ മറ്റൊരു ഭൂതം വന്നു, വായു. കാറ്റ് വന്ന് തീ കെടുന്നു. അവൻ എന്ത് ചെയ്തു? 2 കല്ലുകൾ മറ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പഞ്ചഭൂതങ്ങളിലെ ജലം വരുന്നു. എന്ത് കെടുത്താൻ? മഴ വരുന്നു തീ കെടുത്താൻ. അവൻ എന്ത് ചെയ്തു? ഒരു കല്ലെടുത്ത് ആ കാറ്റ് വരാതിരിക്കാൻ വെച്ച കല്ലിൻ്റെ മുകളിൽ വെച്ചു. അതാണ് ഇപ്പോൾ 4500 സ്ക്വയർ ഫീറ്റിൽ സ്വിമ്മിംഗ് പൂളുള്ള വീടായിട്ട് മാറിയത്. അതാണിപ്പോൾ 4500, 5000, 7000. ഇതപ്പോൾ എൻ്റെ തൊട്ട അയൽപ്പക്കത്ത് എൻ്റെ കൂടെ പഠിച്ചവനാണ്. 60 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അവൻ്റെ മകൻ കോടീശ്വരനായ ഒരു വലിയ വീട്, 8000 സ്ക്വയർ ഫീറ്റാണ്. പക്ഷെ എനിക്ക് സന്തോഷമായി, കാരണം മിനിഞ്ഞാന്ന് അവന് അറ്റാക്ക് വന്ന് ആശുപത്രിയിലാണ്. മരിക്കുമെന്നറിയില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, 60 വയസ്സ് കഴിഞ്ഞിട്ട് വീട് വെച്ചാൽ അവിടെ വാഴില്ല എന്നൊരു ചൊല്ലുണ്ട് കേട്ടോ എന്ന് അവനോട് നേരത്തെ പറഞ്ഞിരുന്നു. അതൊക്കെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞു. ഇപ്പോൾ അവന് സൗകര്യമായി. മരിക്കുമെന്നറിയില്ല, മരിച്ചാലും എനിക്കൊരു സങ്കടം തോന്നില്ല. സുഹൃത്തായതുകൊണ്ടല്ല. ഈ പറഞ്ഞ 8000 സ്ക്വയർ ഫീറ്റ് 3 ആൾക്ക് താമസിക്കാൻ വീട് വയ്ക്കുന്നവനെ ഞാനാണ് ഭരണാധികാരി എന്നുണ്ടെങ്കിൽ ഷൂട്ട് അറ്റ് സൈറ്റ് വെടിവെച്ചു കൊല്ലാൻ പറയും. കാരണം എൻ്റെ കയ്യിൽ കാശുണ്ട് എന്നതുകൊണ്ട് പ്രകൃതി വിഭവങ്ങളെ ഞാൻ ഉപയോഗിക്കുന്നതിന് ഞാനൊരു നിയന്ത്രണം വേണം. എൻ്റെ കയ്യിൽ കാശുള്ളത് കൊണ്ട് എൻ്റെ മകൻ്റെ കല്യാണത്തിന് ആര് വേണമെങ്കിലും വന്ന് തിന്നിട്ട് പൊക്കടാ, അത് വിളമ്പിയൊന്നും തരില്ല. ഇങ്ങനെ അന്നദാനത്തിന് ലോകത്തെ സകല തെണ്ടികളായി മാറി മലയാളികൾ. ഒരു വീട്ടിൽ പോയാൽ ഗൃഹവാസത്തിന് വീട്ടിൽ കയറ്റൂല, വീടിൻ്റെ പുറത്തായിരിക്കും, അല്ലെങ്കിൽ അതിൽ ഹാളിലായിരിക്കും പരിപാടി. അവിടെ പോയി പ്ലേറ്റ് എടുത്ത് വേണമെങ്കിൽ തെണ്ടി തിന്നോ. സൗഹൃദങ്ങളൊക്കെ പ്രകൃതി വിരുദ്ധതയായി മാറി. അപ്പം ഭക്ഷണമാണ് ഞാനിന്ന് പറയുന്ന പ്രകൃതി സൗഹൃദത്തിൽ 2 കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ വീട്ടിൽ പ്രകൃതി ഒരു നേരമെങ്കിലും നിങ്ങൾ വേവിക്കാത്ത ആഹാരം കഴിക്കാൻ ശീലിക്കുക. നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരും. ആഹാരം ഇപ്പം എത്ര നേരമുണ്ട്? 8 നേരം.
രാത്രിയൊക്കെ 8 നേരം 10 നേരമൊക്കെ ആയിട്ടുണ്ട്. നിങ്ങൾ ആഹാരം 2 നേരത്തേക്കെങ്കിലും ഒന്ന് കുറച്ച് കൊണ്ടുവരിക. ഇത് 8 നേരം ആഹാരം കഴിക്കും, എന്നിട്ട് നേരം വെളുത്ത് പട്ടി കിടക്കണ പോലെ ഓടും. പണ്ടൊക്കെ ആൾക്കാർ പോയിരുന്നത് പശുവിനെയും പോത്തിനെയൊക്കെ മേയ്ക്കാനൊക്കെ പോയിരുന്നത്. ഇപ്പോഴോ ഇപ്പം പട്ടി കൊണ്ടുപോലും നിർത്തിയെന്നുണ്ടോ അല്ലേ? മറ്റൊക്കെ പട്ടിയുടെ ഒരു ബെൽറ്റൊക്കെ പിടിച്ചിട്ട് അതൊരു മാന്യതയുടെ ലക്ഷണമാണ്. ഒരു സൗസറൊക്കെ തല്ലി കൂച്ചിട്ടിട്ട് ഇങ്ങനെ കൊടവയറൊക്കെ ആയിട്ട് ഇവൻ നടക്കാൻ ഇങ്ങനെ പോണതാണ് തെരുവിൽ കൂടെ. അത് കണ്ടാൽ നമുക്ക് അപ്പം കലി വരും. കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ള കാഴ്ചകൾ? പട്ടീനെയും കൊണ്ട് പോണവർ. എൻ്റെ നാട്ടിലൊരുത്തൻ പട്ടീനെയും കൊണ്ടുപോയപ്പോൾ ഞാൻ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഓ നിൻ്റെ അപ്പം പശുവിനെ കൊണ്ടുപോയിരുന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നുടാ എന്ന് പറഞ്ഞു. കാരണം അവൻ്റെ അപ്പൻ അതേമാതിരി പശുവിനെ തീറ്റാൻ കൊണ്ടുപോകണത് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ പട്ടീനെ തീറ്റാൻ കൊണ്ടുപോവുക. ഈ പട്ടിക്ക് എന്താ പ്രത്യേകത എന്നറിയാം? ഈ വളർത്തുന്ന പട്ടികളെ നിങ്ങൾ ആരെങ്കിലും പ്രകൃതി വിരുദ്ധത വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന് മനുഷ്യൻ്റെ ചില സ്വഭാവങ്ങളുണ്ടാവും. ഏത് വീടിൻ്റെ പടിക്കുകയാണ് മുള്ളാൻ പാടില്ലാത്തതെന്ന് പട്ടിക്കറിയാം. അത് അവിടെ തന്നെ മുള്ളും. കാരണം അവിടെ മുള്ളിയ ആ വീട്ടുകാരൻ ഇയാളെ തെറി പറയും. നിൻ്റെ ഒരു പട്ടി ആ പട്ടി അവിടെ തന്നെ മുള്ളോ അവിടെ തന്നെ കാഷ്ടടോ ചെയ്യും. അതാണ് പട്ടിയുടെ ബുദ്ധി. കിടക്കട്ടെ യജമാനൊരു പാര. ഇനി അങ്ങനത്തെ പട്ടികൾ നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണെന്ന് വിചാരിക്കേ. പട്ടികൾ കുരയ്ക്കുമ്പോൾ നല്ല വന്യ സ്വഭാവമുള്ള പട്ടികൾ കുരയ്ക്കുന്ന സമയത്ത് വാലാട്ടില്ല. പക്ഷെ നിങ്ങൾ വളർത്തു പട്ടികളെ ഭൂരിപക്ഷവും ശ്രദ്ധിച്ചോ, കുരയ്ക്കും ചെയ്യും വാലാട്ടും ചെയ്യും, രണ്ടും ഒന്നിച്ച് ചെയ്യും. എന്നിട്ട് യജമാനൻ കടന്നു വരുമ്പോൾ ഹൈ അത് വർഗീസല്ലേ വന്നേക്കണം, നീ എന്തിനാ കുരയ്ക്കണേന്ന് ചോദിച്ചാൽ അവൻ കുര നിർത്തിയിട്ട് വാല് മാത്രം ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. എന്താ നീ ഇതിങ്ങനെ വെറുതെ കുരച്ചാൽ മതിയാ? ഒരു പരിചയമില്ലാത്ത ആളൊക്കെ അല്ലേ കയറി വരണേന്ന് പറഞ്ഞാൽ അവൻ വാലാട്ടനോട് നിർത്തിയിട്ട് ചാടി കുരയ്ക്കും. ഡിപ്ലോമാറ്റിക് മനുഷ്യൻ്റെ മാതിരി തന്നെ. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ വരണേണ്ട ഞാൻ എൻ്റെ മക്കളോട് പറയും ഞാൻ അവിടെ ഇല്ലയെന്ന് പറഞ്ഞു കേട്ടാന്ന് പറയും. എന്നിട്ട് അവൻ അന്ന് വൈകുന്നേരം ഞാൻ ഓതി കൊടുക്കുന്ന പാഠമായിരിക്കും, നമ്മൾ കബഡ്യം പാടില്ല, നുണ പറയാൻ പാടില്ല, എന്ത് സത്യം മാത്രമേ പറയാവൂ. അപ്പോൾ ഉള്ളിലെന്ത് പറയും, അപ്പം അപ്പനല്ലേ ഉച്ചയ്ക്ക് മറ്റേ ചേട്ടൻ വന്നപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറയാൻ പറഞ്ഞേ. ഞാനിത് തമാശക്കുഴപ്പൻ്റെ പ്രകൃതി വിരുദ്ധത നമ്മുടെ വീടുകളിൽ. അങ്ങനെ പ്രകൃതി വിരുദ്ധത പഠിച്ച ഒരു സമൂഹത്തിന് എങ്ങനെ പ്രകൃതി ജീവിതം നിലനിർത്താൻ കഴിയും? അപ്പോൾ ഞാൻ ഇങ്ങനെ കാട് കയറി പോകും. ഇപ്പോൾ നാളെ ഈ നേരം വരെയാണെങ്കിലും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇതൊരു സംവാദമായി അദ്ദേഹം ജ്യോതി സാർ പറഞ്ഞത് ഞാൻ സ്വീകരിക്കുകയാണ്. നമുക്കൊരു സംവാദമായിട്ട് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. അദ്ദേഹം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഞാൻ 2 വിഷയങ്ങളിൽ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഭക്ഷണം, പ്രകൃതി സൗഹൃദമാക്കുക. നമ്മുടെ ജലാശയങ്ങൾ ശുദ്ധീകരിക്കാനുള്ള ഒരു മഹാപ്രക്രിയ ആരംഭിക്കുക. കേരളം നമുക്ക് സ്വർഗമാക്കാം. ഈ എല്ലാ മതങ്ങളെയും ഉള്ള പ്രത്യേകത എന്താ? സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ നിന്ന് പാട് കഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ പ്രകൃതി സ്നേഹികൾ പറയുന്നു നമുക്കിവിടെ ഒരു സ്വർഗമാക്കി മാറ്റാം. ഇനി അപ്പുറത്ത് പോയിട്ട് കിട്ടുന്ന സ്വർഗമൊക്കെ കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന്. നമുക്ക് ഇവിടം ഒരു സ്വർഗമാക്കാം. വീട് സ്വർഗമാക്കാം, നാട് സ്വർഗമാക്കാം. അതിനൊറ്റ മാർഗമേ ഉള്ളൂ. പ്രകൃതി സൗഹൃദ സമൂഹമായി മാറാൻ, വ്യക്തിയായി മാറാൻ നമുക്ക് ശ്രമിക്കാം. കമ്പോളത്തിൻ്റെ ആസക്തികളെ നമുക്ക് ഇല്ലാതാക്കാം. ഈ മഹാസമ്മേളനത്തിൽ അതിനുള്ള മാനസികാവസ്ഥ ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.